രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസിൽ കടുത്ത ഭിന്നത. രാജി അനിവാര്യമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. MLA സ്ഥാനം രാജിവെപ്പിച്ചാൽ എതിരാളികൾക്ക് മേൽ മുൻതൂക്കം നേടാമെന്നാണ് അഭിപ്രായം. രാഹുൽ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നാൽ പാലക്കാട്ട് വൻ തിരിച്ചടി നേരിടുമെന്ന് നേതൃത്വത്തിന് ആശങ്കയുണ്ട്. പാർട്ടിയിൽ രാജി ആവശ്യം ഉയർന്നതായി അറിയില്ല എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന് MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് പാർട്ടിയിലെ ഏതെങ്കിലും വിഭാഗം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയുടെ ആത്യന്തികമായ കാര്യങ്ങൾ KPCCയും KPCC പ്രസിഡന്റും പറയും. അത് പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളുടെ ഗൗരവത്തിനനുസരിച്ച് തീരുമാനമെടുക്കും. അത് പാർട്ടിക്ക് അതിൻ്റെതായ ആലോചനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പാർട്ടി അത്തരത്തിലുള്ള തീരുമാനം ആവശ്യമായ ഘട്ടത്തിൽ എടുക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എന്തെങ്കിലും അജണ്ട ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതനുസരിച്ച് പോകാൻ പറ്റില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ അതിന്റെ ഗൗരവം നോക്കി പാർട്ടി തീരുമാനമെടുക്കും. പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂരിലെ വസതിയിൽ തുടരുകയാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റേത് കടുത്ത നിലപാടാണ് എന്നത് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവിൽ അത് ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്ന് മറ്റ് ചില നേതാക്കൾ വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും പ്രധാനമായി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് BJPക്ക് ഗുണകരമാകുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക അത് നേതൃത്വത്തിനുണ്ടോ ചിലർക്കെങ്കിലും? അനുജ, ഉറപ്പായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയ വിവാദത്തിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവാദങ്ങളുടെ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞുകൊണ്ട് ആ വിവാദത്തെ നേരിടാമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്നാൽ അതിനുശേഷം കൂടുതൽ ഓഡിയോ രേഖകളടക്കം പുറത്തു വന്നു. മാത്രമല്ല, പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാവുകയും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പരസ്യ ബ്ലെയിമിംഗിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിലടക്കം വലിയ ഭിന്നത, വലിയ പ്രശ്നം, തർക്കം അതടക്കം ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ കർശന നിലപാടെടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത്. അങ്ങനെയാണ് രാഹുൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ ഉള്ള ഒരു ആലോചന വന്നത്. പക്ഷേ ആ ആലോചനയിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുടക്കി നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ രാജിവെപ്പിക്കുകയും BJP സമ്മർദ്ദം ചെലുത്തി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്താൽ അത് പാലക്കാട് BJPക്ക് വലിയ ഗുണകരമായൊരു കാര്യമായി മാറും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ പാലക്കാട് ഉണ്ടാകുന്ന തിരിച്ചടി അത് സംസ്ഥാനം മുഴുവൻ ചർച്ചയായി സ്വാധീനിക്കപ്പെടുമോ എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസിന്റെ ആശങ്ക. അതേസമയം തന്നെ ആ ആശങ്ക നിൽക്കുമ്പോഴും രാഹുൽ രാജിവെക്കണം എന്നുള്ള ഉറച്ച നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഘട്ടം ഘട്ടമായി രാഹുലിനെ പദവിയിൽ നിന്ന് മാറ്റുകയായിരിക്കും പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യം വെക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റിവെപ്പിച്ച് ഒരു അന്വേഷണമൊക്കെ നടത്തി ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടൊക്കെ കിട്ടി നവംബർ മാസത്തോടുകൂടി രാജിവെച്ചാൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് സാധ്യതയില്ല. അതുകൂടി കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെച്ചാൽ ഈ പുതിയ വിവാദം മുൻതൂക്കമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറ്റാം എന്നുള്ളൊരു കൂടിയാലോചന കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത കൂടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. അനുജ, ഇതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണ്? അദ്ദേഹം അടൂരിലെ വസതിയിൽ തന്നെ തുടരുകയാണ്. തിരുവനന്തപുരത്തേക്ക് വന്ന് അതിനൊക്കെയുള്ള സാധ്യതകൾ എങ്ങനെയാണ്? തിരുവനന്തപുരത്തേക്ക് വരാനൊക്കെയുള്ള പ്ലാനുണ്ടോ? അനുജ, നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് രൂപീകരിച്ചിരിക്കുന്ന ഒരു അന്വേഷണ സമിതിയുണ്ട്. ആ അന്വേഷണ സമിതിയുടെ അന്വേഷണം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വരിക. ഈ വിവാദങ്ങളുടെ ആദ്യഘട്ടം മുതൽ അദ്ദേഹം പിന്നീട് പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. അടൂർ നെല്ലിമുട്ടിലുള്ള വീട്ടിൽ അദ്ദേഹം തുടരുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് പലതരത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് പേരെടുത്ത് തന്നെ അദ്ദേഹം വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അതായത് FIR ഒക്കെ ഇട്ട് കേസുകളുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്ന MLA മാർ നിയമസഭയിലുണ്ട്, നിയമസഭാ സാമാജികരായിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ താൻ എന്തിനു പിന്നെ രാജിവെക്കണം എന്നുള്ള നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയത്തിന്റെ ധാർമ്മിക കാര്യങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്നുള്ള ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിൽ സജീവമാകുന്നത്. അനുജ, അതാണ് രാജിവെക്കണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്നാഭിപ്രായം ഉയർന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.